ഹലോ. ടൈം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു രാവിലത്തെ ടൈമാണിത്. അപ്പോൾ ഇതാ നല്ല പീസ്ഫുള്ളായിട്ടുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ടൈമാണിത്. അപ്പോൾ നേരത്തെയും കാലത്തൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആ ഒരു ഡേയ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 5-6 ദിവസം നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടത്. അപ്പോൾ അതാ രാവിലത്തെ ആ ഒരു ടൈമിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇലക്ട്രിക് അരോമ ഡിഫ്യൂസറാണിത്. അപ്പോൾ ഇത് കേട് വന്നിട്ടുള്ളതാണ്, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിഫ്യൂസർ നമുക്ക് അല്ലാതെ നോർമലി മാനുവലി കത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. ഈ രാവിലത്തെ ആ ഒരു ടൈമിൽ, ഏർലി മോർണിംഗ് ടൈമിൽ ഇതുപോലെയുള്ള നല്ല സ്മെല്ലൊക്കെ ഒന്ന് വീട്ടിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശീലിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, നല്ലൊരു പോസിറ്റീവ് എനർജി, ഒരു നല്ലൊരു വൈബാണ് രാവിലെ തന്നെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് സ്ട്രെസ് ഫ്രീ ആക്കിയിട്ട് നമ്മളെ മൈൻഡ് കാമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഇതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാൽക്കണിയിലേക്ക് വന്നിട്ടുള്ളതാണിത്. നല്ല മഴയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഡേ ആണ്. അപ്പോൾ ഡിസംബർ മാസത്തേക്കുള്ള മന്ത്ലി ഷോപ്പിങ്ങിൻ്റെ ടൈമാണിത്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ, സൺഡേ ആണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ പൊടിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതിൻ്റെ പണികളൊക്കെ ആയി. അപ്പോൾ മല്ലിയൊക്കെ സാധാരണ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തേക്കലാണ്. ഇപ്രാവശ്യം ഇത് ഇങ്ങനെ പൊടിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് പൊടികളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിനേക്കാളും മല്ലിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അത് നമ്മുടെ കറികൾക്കൊക്കെ നല്ല ഫ്ലേവറും ടേസ്റ്റ് ലഭിക്കാനും അതുപോലെ തന്നെ നമുക്ക് പൊടി വാങ്ങുന്നതിനേക്കാളും ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ലാഭമായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ ഒരു ഫ്രഷ് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുരുമുളക്, ജീരകം ഇതൊക്കെ മുഴുവനായിട്ട് തന്നെ വാങ്ങിച്ച് സൂക്ഷിച്ചതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 500 ഗ്രാംസോളം ഉണ്ട്. അപ്പോൾ അത്രയും മല്ലി ആണ് ഞാനിപ്പോൾ ഒരുമിച്ച് പൊടിച്ചെടുത്ത് വെക്കുന്നത്. അപ്പോൾ മല്ലി കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളെല്ലാ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ മല്ലി മുളകൊക്കെ ഇതുപോലെ പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ ജീരകവും കുരുമുളകൊക്കെ കുറച്ചേ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് പൊടിച്ചെടുത്ത് വെച്ചാൽ തന്നെ മതിയാവും. ചെറിയ ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ വേണം പൊടിച്ചെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കുറേ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മന്ത്ലി ഷോപ്പിംഗ് ഡേ ആണിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ടൈം സേവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് പ്രിപ്പറേഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമും കൂടെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് പയറുവർഗ്ഗങ്ങളാണ് ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അരി, പഞ്ചസാര അതുപോലെയുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൂട്ട്സ്, വെജീസ് അതുപോലെയുള്ള ഐറ്റംസിലേക്കൊക്കെ കടക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പാക്കറ്റ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ മസാല അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മുടെ ഈ ഒരു മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്ലീനിങ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ സെൽഫ് ഹൈജീൻ എസെൻഷ്യൽസും കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ക്ലീൻ ചെയ്യുന്ന ബാത്റൂം ബ്രഷൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് ഹൈജീൻ എസെൻഷ്യലായിട്ടുള്ള നമ്മുടെ സോപ്പ്, ഷാംപൂ, അതുപോലെ തന്നെ ടൂത്ത് ബ്രഷ് ഇതൊക്കെ വേണമെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് ചെയ്ത് ആ ഒരു ടൈം സേവ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങും കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ലിസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് വേണം ഷോപ്പ് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ ആ ഒരു ഷോപ്പിൽ ചെന്നിട്ട് അവരുടെ ആ റാക്ക് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ പോയി ഷോപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ട്രിക്കും കൂടിയിട്ടാണ് അവർ ആ ഒരു ഐറ്റംസൊക്കെ വെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് നമ്മൾ വീഴാണ്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെന്ത് വെച്ചിട്ടുണ്ട് അത് വാങ്ങാനല്ല, നമുക്ക് എന്ത് ആവശ്യമുണ്ട് അത് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ കൗണ്ടർ ടോപ്പിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് ടിപ്സും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള ഗ്രോസറി ഷോപ്പിങ്ങും അല്ലാതെയുള്ള ഹോം അപ്ലയൻസ് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ ഒരു ഷോപ്പിംഗ് മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള ഒരു ഫാൻസി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചിലവാക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ക്ലോത്ത് ഷോപ്പിങ്ങിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഫസ്റ്റിൽ തന്നെ നമ്മളൊന്ന് മൈൻഡിലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. 5000 അല്ലെങ്കിൽ ഒരു 6000, 10,000 എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ടിൽ എക്സീഡ് ആവാതെ വേണം നമ്മൾ ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കെയർലെസ് ആയിട്ടുള്ള കുറേ ഹാബിറ്റ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശീലിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാക്കറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ പാക്കറ്റ്സൊക്കെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് വെജീസും ഫ്രൂട്ട്സൊക്കെയാണ്. അതിപ്പോൾ ഇനി 2-3 ദിവസത്തേക്കുള്ള വെജീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല, പുറത്ത് തന്നെയാണ് വെക്കൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പുറത്തെടുത്ത് വയ്ക്കുന്നുണ്ട്. അല്ലാത്ത വെജീസൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെജീസൊക്കെ ഇതുപോലെ കണ്ടെയ്നേഴ്സിലൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ അതിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മുകളിലുള്ള ആ ഒരു ഭാഗത്തും നമ്മളിതുപോലെ ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈർപ്പം കാര്യങ്ങളൊക്കെ അത് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊക്കെ ചെറിയൊരു കേടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരറ്റ് ബാക്കി ക്യാരറ്റിനൊപ്പം സൂക്ഷിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു കേട് വന്ന ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ആ ഒരു ക്യാരറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ബാക്കി ക്യാരറ്റ്സും കൂടെ പെട്ടെന്ന് തന്നെ കേടുവരുന്നതായിട്ട് കാണലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെജീസൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് നമ്മൾ ഈർപ്പം വലിയുന്ന തരത്തിലുള്ള ടിഷ്യൂസോ ക്ലോത്ത്സോ വെച്ച് കൊടുക്കേണ്ടതാണ്. അതില്ലെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഒരു 2-3 ഡേയ്സൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ കേടുള്ള ഐറ്റംസാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗം മുറിച്ചു മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതാണ്.
ഇനി നമ്മുടെ ഡെയിലി യൂസിൽ വരുന്ന പച്ചമുളകൊക്കെ എങ്ങനെ കേടുകൂടാതെ കുറേ നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈർപ്പം ഒട്ടും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ നമ്മളത് വാഷ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ തുണി വെച്ച് അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെയോ എങ്ങനെയെങ്കിലും അത് ഡ്രൈ ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഈർപ്പം വലിയാനുള്ള ക്ലോത്തോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സ്റ്റോർ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ അതിൻ്റെ ഞെട്ട് കൂടെ കളയേണ്ടതാണ്. അപ്പോൾ ഒരുപാട് നാളത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ഒരുപാട് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യണം, എന്നാലത് പെട്ടെന്ന് കേട് വരുന്നുണ്ട് എന്നുള്ള പരാതിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ്സും ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് ഗ്രെയിൻസ് ആൻഡ് പൾസസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മീൽ പ്രിപ്പ് ഒന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു മാസം എത്ര ഏകദേശം ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ള അതിനനുസരിച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ചെറിയ പ്രാണികളൊക്കെ പെട്ടെന്ന് കൂടുന്ന ആ ഒരു ഐറ്റംസാണ് ഇങ്ങനെയുള്ള ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ലൂസായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്പയറി ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കാനും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം വാങ്ങിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മളിത് ഓരോന്നും റീഫിൽ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ബോട്ടിൽ കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയും കൂടെ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള സെയിം ബോട്ടിൽ തന്നെയാണ് ഈ ഒരു കടല വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് എങ്കിലും ആ ഒരു പാത്രത്തിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പൊടിയൊക്കെ പാത്രത്തിൽ പറ്റിപ്പിടിക്കാനും പിന്നീട് നമ്മളതിൽ സൂക്ഷിക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് തന്നെ കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെ ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഉഴുന്ന കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ബാലൻസിലേക്ക് നമ്മൾ വീണ്ടും പുതിയത് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കാതെ അത് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന രീതിയിൽ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ അത് അടുത്ത ദിവസം തന്നെ യൂസ് ചെയ്യാനോ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലിയർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വിസിബിളായിട്ടുള്ള പ്ലേസിൽ അത് സ്റ്റോർ ചെയ്യാനും കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കൊരുപാട് ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് വേസ്റ്റ് ആവാണ്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും അല്ലാതെ ഉള്ളതും ബാലൻസ് ഔട്ടായി പോകുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കാണാനും നോക്കാനൊക്കെ നോട്ടീസബിളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നോൺ അസെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അല്ലാത്തതൊക്കെ നമ്മൾ സെറാമിക്കിലോ ഗ്ലാസ് ജാർസിലൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ ഇങ്ങനെയുള്ള ക്ലിയർ ജാർസിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഐറ്റംസും നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മളൊന്നും കൂടെ മോട്ടിവേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ പരിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വിസിബിൾ ആവും. പയറ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ആ ഒരു ഡയറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓരോ ഐറ്റംസും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്ലാസ് ജാർസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അതെല്ലാവർക്കും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് നട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രൗണ്ട് നട്ട് എങ്കിലും നിങ്ങളുടെ ആ ഒരു ഡയറ്റിൽ കറക്റ്റ് ഒരു ഹാൻഡ്ഫുൾ ഒരു ദിവസം ഒരു ഹാൻഡ്ഫുൾ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു കടലയില്ലേ, നിലക്കടല, ഗ്രൗണ്ട് നട്ട് അതെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാ ഞാൻ അതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സ്ട്രാ വരുന്ന നമ്മുടെ ഷുഗർ, സോൾട്ട് കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള മന്ത്ലി റീഫില്ലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ടെയ്നർ മാത്രമല്ല, അത് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലേസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഗ്രെയിൻസ് പൾസസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഏരിയാസ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അവിടെ ആ ഒരു ഏരിയയിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് എടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടൈമിൽ അധികം ബുദ്ധിമുട്ടില്ലാതെയും അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു ക്ലീൻ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചൺ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. ആ ഒരു ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള 1 മിനിറ്റ് ക്ലീനിങ് ഒക്കെ നമ്മൾ ഹാബിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ പ്ലേസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്രൊഡക്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ സ്പോഞ്ചും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പറയാനുള്ളത് നമ്മുടെ ഷോപ്പിംഗ് ബാഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓരോ ബാഗും നമുക്ക് 18 to 22 റുപ്പീസ് വരെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഓരോ പർച്ചേസിന് ചെല്ലുമ്പോഴും പുതിയതൊരെണ്ണം വാങ്ങിക്കലാണ്. കാരണം ഞാൻ അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നോലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യൽ ഇതുപോലെ ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബുക്കിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ ഒന്ന് സൂക്ഷിച്ച് വെക്കലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെയും അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓരോ പർച്ചേസിനും നമ്മളൊരു 3-4 ബാഗ്സൊക്കെ വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ നെക്സ്റ്റ് ഷോപ്പിങ്ങിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും കൂടെ ഒന്ന് റീഫിൽ ചെയ്യേണ്ടതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് കറിയും അതുപോലെ തന്നെ തേങ്ങാച്ചോറുമാണ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സൺഡേസിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആ ഒരു ഹോൾ വീക്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും എളുപ്പത്തിൽ ആ ഒരു വീക്ക് റൺ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കുട്ടികളുടെ യൂണിഫോംസൊക്കെ അയൺ ചെയ്തെടുത്ത് വെക്കൽ, അതുപോലെ തന്നെ അവരുടെ ടിഫിൻസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിലും അതൊന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു ടൈമിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓരോ ടൈമിലായിട്ട് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നേരത്തെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള കൊളീഗ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ പ്രൊഫഷണൽ ബേസ്ഡുള്ള വീഡിയോസ് ഇട്ടൂടെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ വോയിസ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ഹോം മേക്കിംഗ് ടോപ്പിക് അവർക്ക് ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൊഫഷണലല്ല എൻജോയ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊരു ഹോംലി
അറ്റ്മോസ്ഫിയറിലിരിക്കാനും ആ ഒരു ഹോം മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നേരത്തെയും ഞാൻ ആ ഒരു ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫാമിലി ടൈം അതൊക്കെ ഭയങ്കര പ്രീഷ്യസ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബോയ്സിനത് ചിലപ്പോൾ ഈ ഒരു ടോപ്പിക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അവർക്കതാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു ചിന്തയിലാണ് പലരും ചാറ്റിൽ അറിയിക്കുന്നതും ഇൻസ്റ്റയിൽ അറിയിക്കുന്നതും അങ്ങനെ സംസാരിക്കുമ്പോഴും പറയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഈ ഒരു കാര്യം എൻജോയ് ചെയ്യുന്ന കൊണ്ടാണ് ഞാനത് ആ ഒരു ടോപ്പിക്കിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലരും കൺസേൺ ആയിട്ടത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ റിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ കൺസിഡറേഷൻ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ടോപ്പിക് അല്ലെങ്കിലും നിങ്ങളത് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു കിച്ചനും ഹോമായിട്ടല്ല ഉള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഫ്രീ അപ്പൊക്കെ ആവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഫ്രണ്ടെന്ന് വെച്ചാൽ ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.